ക്രിക്കറ്റ് ആവേശത്തിൽ കാര്യവട്ടം. ഇന്ത്യ ന്യൂസിലൻഡ് 5ാം T20 ഇന്ന് തിരുവനന്തപുരം കാര്യവട്ടത്ത് നടക്കും. രാത്രി 7 മണിക്കാണ് മത്സരം. സഞ്ജു സാംസന്റെ ജന്മനാട്ടിലെ മത്സരം ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ആരാധകർ. അനിൽ, വാസുദേവ്, ജിബിൻ എന്നിവർ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ തത്സമയം വിശദാംശങ്ങളുമായി. ആദ്യം അനിൽ വാസുദേവിലേക്കാണ്. അനിൽ, നേരത്തെ മുതൽ തന്നെ അങ്ങോട്ടേക്ക് ആവേശത്തിൽ കാണികളൊക്കെ എത്തിത്തുടങ്ങുന്നു, ആരാധകരൊക്കെ എത്തിത്തുടങ്ങുന്നു. ആ കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ കുറച്ചുകൂടി ഗാലറികൾക്ക് നിറഞ്ഞു കാണും അല്ലേ? 3 മണി മുതലാണ് അനുജ ഈ ആരാധകരെ സ്റ്റേഡിയത്തിനകത്തേക്ക് കടത്തിവിട്ടത്. പക്ഷേ ആരാധകർ രാവിലെ 7 മണി മുതൽ തന്നെ ഈ സ്റ്റേഡിയത്തിലേക്ക് വരുന്ന കാഴ്ചയാണ് കണ്ടത്. അനുജ സൂചിപ്പിച്ച പോലെ തന്നെ സഞ്ജു ആദ്യമായി സ്വന്തം നാട്ടിൽ കളിക്കുന്ന അന്താരാഷ്ട്ര മത്സരം, അത് തന്നെയാണ് ഈ മത്സരത്തിന്റെ ഏറ്റവും വലിയ കൗതുകം എന്നുള്ളതാണ്. പരമ്പരയുടെ കാര്യത്തിൽ നേരത്തെ തന്നെ തീരുമാനമായതാണ്. ഇന്ത്യ പരമ്പര നേടിക്കഴിഞ്ഞതാണ്. ഈ മത്സരത്തിന് പ്രത്യേകിച്ച് പ്രസക്തി ഒന്നുമില്ല. പക്ഷേ ലോകകപ്പിന് തൊട്ടു മുമ്പുള്ള ഇന്ത്യയുടെ അവസാനത്തെ ഔദ്യോഗിക മത്സരം എന്നതിനപ്പുറത്ത് പ്രത്യേകിച്ച് റിസൾട്ട് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നില്ല. പക്ഷേ ഈ മത്സരത്തെ ഏറ്റവും കൗതുകം ഉണ്ടാക്കുന്നത് സഞ്ജു 10 വർഷത്തോളമായി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ സർക്കിളിൽ ഉണ്ടെങ്കിൽ പോലും ആദ്യമായിട്ടാണ് അദ്ദേഹത്തിന് സ്വന്തം നാട്ടിൽ കളിക്കാൻ ഇല്ലെങ്കിൽ ഒരു അവസരം വരുന്നത്. മുമ്പ് പലകുറി ടീമിലുണ്ടായിട്ട് പോലും അദ്ദേഹത്തിനെ പ്ലേയിങ് 11-ൽ ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇത്തവണ സ്ട്രോങ് ചാൻസസ്, സഞ്ജു മോശം ഫോമിലാണെങ്കിൽ പോലും സഞ്ജുവിന് ഒരിക്കൽ കൂടി അവസരം കിട്ടും, ടീമിലിടം കിട്ടും. അത് സ്വന്തം കാണികൾക്ക് മുന്നിൽ കളിക്കാൻ ഒരു അവസരം കിട്ടുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ്. മത്സരം 7 മണിക്കാണ് തുടങ്ങുന്നത്. 6:30ക്കാണ് ടോസ്. താരങ്ങളൊക്കെ തന്നെ ഏതാനും സമയങ്ങൾക്കകം തന്നെ ഇവിടെ എത്തിച്ചേരും. 5 മണിക്കാണ് താരങ്ങൾ സ്റ്റേഡിയത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് അറിയുന്നത്. ധാരാളം VVIPകളും ഒക്കെ തന്നെ എത്തുന്നുണ്ട്. BCCI പ്രസിഡന്റ് മിഥുൻ മൻഹാസ് അടക്കമുള്ള ആളുകളും ഇന്ന് ഇവിടേക്ക് എത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പരമ്പരയിലെ അവസാന മത്സരമാണ്. ട്രോഫി നൽകുന്ന ചടങ്ങടക്കമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രധാനപ്പെട്ട BCCIയുടെ ആളുകളൊക്കെ തന്നെ ഇവിടേക്ക് എത്തുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ടീമുകൾ ഏതാനും നിമിഷത്തിനകം തന്നെ ഇവിടേക്ക് എത്തുന്നതാണ്. ഈ ടീമുകൾ വന്ന അവസാനഘട്ട തയ്യാറെടുപ്പുകൾ, പരിശീലനങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ് 6:30ക്കാണ് ടോസ് എന്നുള്ളതാണ്. ആ സമയത്താണ് സഞ്ജു ടീമിൽ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യം വലിയ ഇപ്പോഴും ഉണ്ട്. കാരണം സഞ്ജുവിനെ മാറ്റി നിർത്തപ്പെടുമോ ഈ ഇത്രയും ഫോം ഔട്ടിന്റെ പേരിൽ എന്നുള്ള ഒരു സംശയമൊക്കെ തന്നെ ആരാധകർക്കുണ്ട്. പക്ഷേ അതുണ്ടാവില്ല എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. കാരണം സഞ്ജു ഇന്നലെ ദീർഘനേരം ബാറ്റ് ചെയ്യുന്നത് കണ്ടു. അഭിഷേക് ശർമ്മ ടീമിന്റെ ഇല്ലെങ്കിൽ ലോക ക്രിക്കറ്റിലെ തന്നെ 1-ാം നമ്പർ ബാറ്റർ, കുട്ടി ക്രിക്കറ്റിലെ 1-ാം നമ്പർ ബാറ്റർ, അദ്ദേഹത്തിന് ഇന്നലെ പരിശീലനത്തിന് ഇറങ്ങിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അഭിഷേക് ശർമ്മ ഈ മത്സരത്തിൽ അദ്ദേഹത്തിന് വിശ്രമം കൊടുത്ത് ഇഷാൻ കിഷനും സഞ്ജുവും ചേർന്നായിരിക്കും ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് സഞ്ജുവിന് ഒരവസരം കൂടിയുണ്ട്. ആ അവസരത്തിൽ സഞ്ജു പിടിച്ചു കയറുമെന്നും തകർത്തടിക്കുമെന്നും അതിലൂടെ ലോകകപ്പിലെ പ്ലേയിങ് 11-ൽ സഞ്ജു തന്റെ സ്ഥാനം, ആ ഇരിപ്പിടം അത് സുരക്ഷിതമാക്കുമെന്നും നമുക്ക് കരുതാം. സഞ്ജു സമീപകാലത്ത് ഇവിടെ കേരള ക്രിക്കറ്റ് ലീഗാണ് കളിച്ചത്. അന്ന് സഞ്ജു മികച്ച പ്രകടനം കാഴ്ചവെച്ചു. സെഞ്ചുറി അടക്കം അടിച്ചതാണ്. അർദ്ധ സെഞ്ചുറീസ് തുടർച്ചയായി നേടിയതാണ്. അതുകൊണ്ട് സഞ്ജുവിന്റെ മറ്റൊരു വെടിക്കെട്ട് പ്രകടനം തന്നെ നമ്മൾ ഇന്ന് അറിയാം. സഞ്ജുവിന്റെ കരിയറിലെ തന്നെ നിർണായകമായ പല ഇന്നിംഗ്സുകളും കളിച്ച മണ്ണാണ്. അവിടെ സഞ്ജുവിന് ഒരു അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം എന്ന് പോലും വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ കളിക്കാനുള്ള തയ്യാറെടുപ്പിൽ സഞ്ജു നിൽക്കുന്നു. ഇന്ത്യൻ ടീമിനും ലോകകപ്പിന് തൊട്ടു മുന്നോടിയായുള്ള അവസാന ഔദ്യോഗിക മത്സരമായതിനാൽ ടീമിലെ എല്ലാ കുറ്റങ്ങളും കുറവുകളും ഒക്കെ തന്നെ പരിഹരിച്ചുകൊണ്ട് ലോക കിരീടം നിലനിർത്തുന്ന ആദ്യ ടീമെന്ന ചരിത്ര നേട്ടത്തിലേക്ക് പോകാൻ വലിയ ആത്മവിശ്വാസത്തോട് കടക്കാനാണ് ഇന്ത്യയും തയ്യാറെടുക്കുന്നത്. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ലോക ക്രിക്കറ്റിൽ ഇന്നേ വരെ കുട്ടി ക്രിക്കറ്റിൽ ആരും തന്നെ കിരീടം നിലനിർത്തിയിട്ടില്ല. കഴിഞ്ഞ തവണ രോഹിത് ശർമ്മയുടെ കീഴിൽ ഇന്ത്യ കിരീടം നേടിയതാണ്. ആ കിരീടം നിലനിർത്തണമെങ്കിൽ നിലവിലെ ഫോമിൽ ഇന്ത്യക്ക് സാധ്യതകൾ ഏറെയാണ്. പക്ഷേ ഒരു പിഴവ് പോലും പാടില്ല. അതിനുള്ള ആ ഒരു എന്തെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ അത് കണ്ടെത്താനും അത് പരിഹരിക്കാനുമുള്ള അവസാന അവസരമാണ്. ഒരുപക്ഷെ ഏറ്റവും വലിയ കുറവായി നമ്മൾ ഇപ്പോൾ കാണുന്നത് ഓപ്പണിംഗിലെ ഈ പ്രശ്നം തന്നെയാണ്. സഞ്ജുവിനുണ്ടായ ചെറിയ ഈ ഫോം ഔട്ടാണ്. അത് ഇന്ന് മറികടക്കുമെന്ന് തന്നെ നമ്മൾ ഏറ്റവും പ്രതീക്ഷിക്കുന്നു. വലിയ പ്രതീക്ഷയിലാണ് മത്സരം. അതുപോലെ തന്നെ നമ്മൾ കുറച്ചു മുമ്പാണ് ക്യൂറേറ്ററുമായി സംസാരിച്ചത്. അദ്ദേഹം പറയുന്നത് ഈ പിച്ച് റണ്ണൊഴുകുന്ന പിച്ചാണ്. എന്തായാലും 200-ന് മുകളിൽ സ്കോർ എന്തായാലും വരും. രണ്ട് ടീമും തമ്മിൽ ഒരു വാശിയേറിയ പോരാട്ടം തന്നെ കാഴ്ചവെക്കും. ഒരു ക്ലോസ് എൻകൗണ്ടർ തന്നെയായിരിക്കും മത്സരം ഉണ്ടാവുക. പ്രത്യേകിച്ച് സമീപകാലത്ത് നടന്ന വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള മത്സരത്തിലൊക്കെ തന്നെ 200-ന് മുകളിലേക്ക് സ്കോർ പോയതാണ്. അതേ പിച്ചിലാണ് കളിക്കുന്നത്. അതായത് വടകര പിച്ച് എന്ന് പറയും. വടകരയിൽ നിന്നുള്ള ക്ലേ ഉപയോഗിച്ച് നിർമ്മിച്ചുള്ള ഈ പിച്ചിൽ അത്തരം ഒരു സ്കോർ തന്നെ ഉണ്ടാവുക എന്നാണ് ക്യൂറേറ്റർ ബിജു പറഞ്ഞത്. അപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും KCAയും അത്തരത്തിലുള്ള ഒരു പിച്ച് ഒരുക്കാൻ തന്നെയാണ് നിർദ്ദേശം നൽകുന്നത്. കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ തന്നെ ഹൈ സ്കോറിംഗ് ഗെയിംസ് ആയിരുന്നു. അതുപോലെ തന്നെ 5ാം മത്സരം അതുപോലെ തന്നെ എന്നുള്ളതാണ്. പരമ്പര ഇന്ത്യ ഇതിനോടകം തന്നെ നേടിക്കഴിഞ്ഞതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.